നാടെങ്ങും തക്ബീർ ധ്വനികൾ മുഴങ്ങുകയാണ്. മൊഞ്ചത്തിമാർ മൈലാഞ്ചി അണിഞ്ഞും പുതുവസ്ത്രങ്ങളും വ്രതത്താൽ നേടിയെടുത്ത ആത്മീയ ചൈതന്യവുമായി പെരുന്നാൾ പുലരിക്കായി കാത്തിരിക്കുന്നു. വിശുദ്ധ മാസത്തിന്റെ 30-ാം രാവിലും വിശ്വാസി ഭവനങ്ങളും മസ്ജിദുകളും ആരാധനകൾ കൊണ്ട് ധന്യമാക്കി. രാജ്യത്തെ പ്രധാന പള്ളികളെല്ലാം അവസാന 10-ൽ ആയിരങ്ങളാൽ നിറഞ്ഞൊഴുകി. രാജ്യത്തെ പൗരന്മാരും പ്രവാസികളും ഈദ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. പെരുന്നാൾ ദിവസം രാവിലെ നടക്കുന്ന ഈദ് നിസ്കാരത്തിന് ഈദ്ഗാഹുകളും മസ്ജിദുകളും സജ്ജം. വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നിരവധി ഇടങ്ങളിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഈദ് ആശംസകൾ നേർന്നു. ബോഷർ വിലായത്തിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിലാകും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുക. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഈദ് അവധി 9 ദിനങ്ങൾ ലഭിക്കുന്നതിനാൽ ഈദുൽ ഫിത്തർ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനായി നാട്ടിലേക്ക് പറന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.